ദിയ അവളുടെ കോളേജിൽ പഠിച്ചിരുന്ന രോഹിത് എന്ന് പറഞ്ഞ പയ്യനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അങ്ങനെ അവസാനം അവർ ഇഷ്ടത്തിലാവുകയും ഇവർക്ക് രണ്ടുപേർക്കും ഒരു ആക്സിഡന്റ് ഉണ്ടായി. രോഹിത് ആ സ്പോട്ടിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്യാണ്. ഇതുകൊണ്ട് തന്നെ ദിയക്ക് ഇപ്പൊ ഒട്ടും തന്നെ സന്തോഷിക്കാനേ പറ്റുന്നില്ല. അവള് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. അവളുടെ ശരീരവും മനസ്സും അവള് തന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. രോഹിത്തിനെ മറക്കാനായിട്ട് അവൾക്ക് സാധിച്ചേർന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ അവള് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അവൾക്ക് അവിടെ നിന്നിട്ട് പേടിയായതുകൊണ്ട് തന്നെ ട്രെയിൻ വരുന്ന സമയം അവൾ ആ ട്രാക്കിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ദിയ ഒരു പാർക്കിൽ നിൽക്കുമ്പോൾ അവളുടെ ബാഗ് ഒരു കള്ളം വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആദ്യം പറഞ്ഞ് ഈ പയ്യൻ വിളിച്ച് ദിയനോട് നിന്റെ ബാഗ് എന്റെ കയ്യിലുണ്ട്, നിന്റെ അഡ്രസ്സ് പറഞ്ഞു തന്നാൽ ഞാൻ അത് കൊണ്ടുതരാമെന്ന് പറയാണ്. പക്ഷെ ദിയ എനിക്ക് ആ ബാഗ് വേണ്ട എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ്. അതിനമ്മ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൻ എന്താഗ്രഹിച്ചാലും സർപ്രൈസ് ആയിട്ട് അമ്മ അത് വാങ്ങിക്കൊടുക്കുമായിരുന്നു. അമ്മയും മകനും തമ്മിൽ അത്രക്ക് നല്ല ബോണ്ടായിരുന്നു. ഒരു ദിവസം ആദ്യം അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയം അവിടെ വെച്ച് ദിയനെ കാണുന്നുണ്ട്. ദിയനോട് നീയല്ല ദിയ, നിന്റെ ബാഗ് ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് ആദ്യം അവിടെ നിന്ന് പോയതും ദിയ അവിടെ നിന്ന് പോവാണ്. അവൾക്ക് ബാഗ് ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം സിനിമ തിയേറ്ററിൽ വെച്ച് ദിയെ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്കന്ന് ഞാൻ ബാഗ് കൊണ്ടുവന്ന് തന്നപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പോയി, ഇനി മുങ്ങാൻ ഞാൻ സമ്മതിക്കൂല, ബാഗ് ഞാൻ നിങ്ങൾക്ക് തന്നെ തരും, നിങ്ങൾ എൻ്റെ ഒപ്പം വായു, ഞാൻ ബാഗ് എടുത്ത് തരാമെന്ന് പറഞ്ഞ് ദിയെ കൂട്ടിക്കൊണ്ട് ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട്. ദിയെ ഏത് സമയവും ഷോക്കായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനെന്തിനാ അങ്ങനെ വിഷമിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സ് ആവാണ്. ദിയയുടെ ബർത്ത്ഡേ ആദ്യം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ആദ്യം ദിയനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ റിജക്ട് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഒരു ദിവസം ദിയ തിരിച്ച് നാട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞാൽ ആദ്യം അവളുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. ആദ്യയുടെ വീട്ടിൽ തന്നെ ദിയ ഇറങ്ങിയിട്ട് അവരങ്ങനെ ഭയങ്കര കമ്പനിയായി. ദിയക്കും ഇപ്പൊ സ്വപ്നം കാണുന്നതെല്ലാം ആദ്യമായിരുന്നു. രോഹിത്തിനെ അവൾ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിയക്കും ആദ്യം ഇഷ്ടമാവാണ്. ദിയ ആദ്യനെ പ്രപ്പോസ് ചെയ്ത് അവര് രണ്ടുപേരും സെറ്റ് ആവുന്നുണ്ട്. പക്ഷെ തിരിച്ച് നാട്ടിലേക്ക് പോയ ദിയക്ക് അവളുടെ അച്ഛനൊരു വലിയ സർപ്രൈസ് കൊടുക്കാണ്. അതെന്താന്ന് വെച്ചാൽ മരിച്ചുപോയ രോഹിത് അവളുടെ കൺമുന്നിൽ വന്ന് നിൽക്കുക. ആക്ച്വലി അന്ന് ആക്സിഡന്റിൽ രോഹിത് മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല, അവൻ കോമ സ്റ്റേജിലേക്കായിരുന്നു പോയത്. രോഹിത് ചിലപ്പോൾ 3 മാസം കൊണ്ട് എണീക്കാം, അല്ലെങ്കിൽ 30 വർഷം എടുക്കാം എന്നെല്ലാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മകളെ വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ദിയയുടെ അച്ഛൻ അവൻ മരിച്ചുപോയി എന്നുള്ള നുണ പറഞ്ഞത്. ഇപ്പൊ രോഹിത് ജീവനോടെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് ദിയ ആകെ അതിശയിച്ചു പോവാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ യെസ് എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ.